പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. കെമിക്കൽ ഒഴിച്ച് നേതാക്കളുടെ ചിത്രം വികൃതമാക്കി. കോടിയേരി ബാലകൃഷ്ണൻ, EK നായനാർ തുടങ്ങിയവരുടെ സ്മൃതി കുടീരത്തിലാണ് അതിക്രമം നടന്നത്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവം? നികേഷ്, അതായത് പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് ഇപ്പോൾ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കരിയോയിൽ ഒഴിച്ച് ഈ സ്മൃതി കുടീരം ആകെ വികൃതമാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്മൃതികളുടെ അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. കണ്ണൂരിന്റെ ഒരു തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യം കൂടി നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം. ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ആരാണ്, അല്ലെങ്കിൽ ഏത് വ്യക്തികളാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവത്തിന് പിന്നിൽ ആരാണ് എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു അതിക്രമമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPM നേതാക്കളുടെ പയ്യാമ്പലത്തെ EK നായനാറിന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ സ്മൃതി കുടീരത്തിലാണ് കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു അതിക്രമമാണ്. CPM നേതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് പയ്യാമ്പലത്തെ ഈ സ്മൃതി കുടീരങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവത്തിൽ ആരാണ് തുടങ്ങിയില്ല, CPM-നെ സംബന്ധിച്ച് കൊടുത്ത കൃത്യമായ രീതിയിൽ ഇതിന് പിന്നിൽ ആരാണ് തുടങ്ങിയിട്ടുള്ള ഒരു ആരോപണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. സംഭവം ഇന്ന് പുലർച്ചെ ആയിരിക്കണം എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും CPM നേതാക്കളും എല്ലാം പയ്യാമ്പലത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പയ്യാമ്പലത്തേക്ക് എത്തുകയും സ്ഥലം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അർജുൻ, നമുക്കറിയാവുന്നതുപോലെ പയ്യാമ്പലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളുണ്ട്. അതിനോടൊപ്പമാണ് ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഭരതൻ തുടങ്ങി ഇടത് നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ ഉള്ളത്. ഈ ഇടതു നേതാക്കളുടെ CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രമാണോ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്? നിലവിൽ പ്രധാനമായും കോടിയേരി ബാലകൃഷ്ണന്റെയും EK നായനാരുടെയും ഒക്കെ സ്മൃതി കുടീരങ്ങൾ, പ്രത്യേകിച്ച് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.